പത്തരമാറ്റ് സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. ഗർഭിണിയായിരിക്കുന്ന നയനെ ഒരു വിഷപ്പാമ്പിനെ കൂടി കടുപ്പിച്ച് കൊല്ലാൻ വേണ്ടിയിട്ട് അഭിയും കൂട്ടരും ചേർന്ന് നടത്തുന്ന ഒരു കെണിയാണ്ടോ ഇന്നത്തെ എപ്പിസോഡിലുടനീളം കാണാൻ കഴിയുന്നത്. അങ്ങനെ അഭിയും അനാമികയും ഒരു റെസ്റ്റോറൻറ്റിൽ ഇങ്ങനെ ജ്യൂസും കുടിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. അഭി പറഞ്ഞത് ഈ റെസ്റ്റോറൻറ്റ് ആയതുകൊണ്ട് തന്നെ കുഴപ്പമൊന്നുമില്ല, ഇവിടേക്ക് ഏതായാലും നമ്മുടെ പരിചയക്കാരൊന്നും ഇങ്ങോട്ടേക്ക് വരില്ല, അല്ലെങ്കിൽ പിന്നെ ഞാനും നീയുമായിട്ട് ഈ ഒരു സാഹചര്യത്തിൽ സംസാരിച്ചിരിക്കുന്നത് കാണുമ്പോൾ തന്നെ ആകെ പ്രശ്നങ്ങളായിരിക്കുമെന്നൊക്കെ പറയും. അനാമികക്ക് ഏതായാലും ആകെ വിഷമായിരിക്കും. അനാമിക പറഞ്ഞിട്ട് വീട്ടിൽ എനിക്ക് എപ്പോഴും കട്ട സപ്പോർട്ടായിട്ട് കൂടെ നിന്നിരുന്നത് അഭിയും അഭിയുടെ അമ്മയും പിന്നെ അനിയുടെ അമ്മയുമാണ്. അനിയുടെ അമ്മയ്ക്ക് ഇപ്പോൾ ആകെ വിഷമായി കാണുമല്ലേ. അഭി പറഞ്ഞിട്ട് ഇപ്പം ഏതായാലും അമ്മായി തലക്കടി കിട്ടിയതുപോലെയാണ് നടക്കുന്നത്. ഇത്ര കാലം നിനക്ക് വേണ്ടിയിട്ട് എല്ലാവരോടും ന്യായീകരിക്കുമായിരുന്നു, ഇപ്പം ഏതായാലും നിനക്ക് വേണ്ടിയിട്ട് ന്യായീകരിച്ച് സംസാരിക്കാനൊന്നും പറ്റില്ലല്ലോ. അനാമികയെ നീ ഒരു കാര്യം നോക്കിക്കോ, എത്രയും പെട്ടെന്ന് തന്നെ ഞാൻ ആ കുടുംബം കുളം തോണ്ടും. എനിക്ക് കിട്ടിയിരിക്കുന്ന ഏറ്റവും വലിയ ഭാഗ്യമാണ് എൻ്റെ ഭാര്യ. അവൾക്കാണെങ്കിൽ ഇപ്പോൾ ആദർശിനെ കണ്ണെടുത്താൽ കണ്ടൂടാ. അവൾ എനിക്ക് കിട്ടിയൊരു ഉറുപ്പ് ചീട്ടാണേ. അതുകൊണ്ട് തന്നെ അവളുടെ മനസ്സിലുള്ള വൈരാഗ്യം ഞാൻ കൂട്ടി കൊണ്ടുവരും. അങ്ങനെ ആദർശിനെയും മനയെ ഞാൻ തകർക്കുമെന്നിങ്ങനെ ദേഷ്യത്തോടു കൂടെ പറയായിരിക്കട്ടോ അഭി. ഇവർ രണ്ടുപേരും സംസാരിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ ആ ഹോട്ടൽ മാനേജർ ഫോണിൽ ഇങ്ങനെ റെക്കോർഡ് ചെയ്ത് വെക്കുന്നുണ്ടായിരുന്നു. വീഡിയോ സഹിതം തന്നെ അത് റെക്കോർഡ് ചെയ്തിട്ട് നേരെ നന്ദുവിനെ അയച്ചു കൊടുക്കും. ആ വീഡിയോ റെക്കോർഡിങ്സ് എല്ലാം കേൾക്കുന്ന സമയത്ത് തന്നെ നന്ദു ആകെ ഇങ്ങനെ ദേഷ്യം പിടിച്ച് നിൽക്കുകയാണ്. സത്യാവസ്ഥ നന്ദുവിന് മനസ്സിലാവുന്നുണ്ട്. നയനെ ചിന്തിക്കുന്നതും അബിയെ പറ്റിയിട്ട് തന്നെയായിരിക്കും. കാര്യങ്ങളെല്ലാം നയനെ മനസ്സിലാക്കിയതിന് ശേഷം ചിന്തിക്കുന്നതിന് അബിയെ ഇനിയും ഇങ്ങനെ തെറ്റുകളിലേക്ക് തന്നെ പറഞ്ഞയച്ചാൽ ശരിയാവില്ല. നന്ദു ഇനി അവനെ പൂട്ടാൻ ശ്രമിക്കുകയാണെങ്കിൽ പിന്നെ എൻ്റെ ചേച്ചിയുടെ മുഖമൊന്നും ഞാൻ ഓർക്കില്ല, ഞാൻ നന്ദുവിൻ്റെ കൂടെ തന്നെ നിൽക്കുമെന്നിങ്ങനെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്തായിരിക്കട്ടെ ദേവയാനിയും മുത്തശ്ശിയും കൂടെ അങ്ങോട്ടേക്ക് വരുന്നത്. മുത്തശ്ശി പറഞ്ഞിട്ട് നയനമോള് ഗർഭിണിയായതല്ലേ, അതുകൊണ്ട് തന്നെ നാളെ ഇവിടെ ചെറിയൊരു പൂജയും വഴിപാടും പാർട്ടിയൊക്കെ നടത്തണമെന്നാണ് മുത്തശ്ശൻ പറഞ്ഞിരിക്കുന്നത്. മോള് പ്രഗ്നൻ്റ് ആയതല്ലേ, അതിൻ്റെ ആഘോഷമാണെന്നൊക്കെ പറയുന്ന സമയത്തിന് നയനെ ചോദിക്കുന്നുണ്ട് അതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ മുത്തശ്ശി. അങ്ങനെ വലിയ പാർട്ടിയൊന്നും ഇപ്പോൾ വേണ്ട, എനിക്കാണെങ്കിൽ ഇപ്പോൾ ആകെ വിഷമാണ് അനഘയുടെയും അതുപോലെ നവ്യേച്ചിയുടെയൊക്കെ കാര്യം ഓർത്തിട്ട്. അനഘയാണെങ്കിൽ ഇപ്പോൾ ഒട്ടും വയ്യാതെ ക്രിട്ടിക്കൽ സ്റ്റേജിലായിട്ട് ഹോസ്പിറ്റലിലാണ് എന്നൊക്കെ പറയും. അന്നേരം ദേവേനെ ചോദിക്കുന്നുണ്ട് അതൊക്കെ ഓർത്തുകൊണ്ട് എൻ്റെ മോൾ എന്തിനെങ്ങനെ വിഷമിക്കുന്നത്, അവൾക്ക് കിട്ടാവുന്നതിലും ഏറ്റവും മികച്ച ചികിത്സയല്ലേ ഇപ്പം നമ്മൾ അവൾക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ അനഘയുടെ കുഞ്ഞിനെ നമ്മൾ പൊന്നുപോലെ സംരക്ഷിക്കുന്നുണ്ട്, അതുകൊണ്ട് തന്നെ അതൊന്നും ചിന്തിച്ചിട്ട് മോള് വെറുതെ ടെൻഷൻ ആവണ്ട. നയന പറഞ്ഞിട്ട് അവളിപ്പോൾ ക്രിട്ടിക്കൽ സ്റ്റേജിൽ ഹോസ്പിറ്റലാണ്, പക്ഷേ അതിൻ്റെ പുറകിലും അബിയുടെ കൈകളുണ്ടോ എന്ന് സംശയമാണെന്ന് പറയുന്ന സമയത്തിന് മുത്തശ്ശി പറഞ്ഞിട്ട് എന്ത് ചെയ്യാനാ, അവൻ അങ്ങനെ ഒരു അസുര ജന്മമായി പോയി. അവൻ ഇനിയും ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും, അവനെ എപ്പോഴും ഇവിടെ നിന്നും അടിച്ചിറക്കി വിടേണ്ടതാണ്. പക്ഷേ അങ്ങനെ ഇപ്പോൾ ചെയ്യാൻ പറ്റാത്തത് നവ്യേനെയും കുഞ്ഞിൻ്റെ കാര്യം ഓർത്തുകൊണ്ടാണ് എന്നൊക്കെ പറയും. ദേവയാനി പറഞ്ഞിട്ട് അതൊക്കെ അവിടെ നിൽക്കട്ടെ, നമുക്ക് ഏതായാലും നാളത്തെ പൂജയെ പറ്റിയിട്ട് ചിന്തിക്കാം. നമുക്ക് ഏതായാലും ഒന്ന് പുറത്തു പോയിട്ട് കുറച്ച് പൂക്കളും സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട്. മോൾ എൻ്റെ കൂടെ പൂവൊക്കെ വാങ്ങിക്കാൻ വരണം കേട്ടോ എന്ന് പറയുന്ന സമയത്തിന് നയനെ പറഞ്ഞിട്ട് കുഴപ്പമില്ല അമ്മേ ഞാൻ വരാം, പക്ഷേ വൈകിട്ട് എനിക്ക് ആദർശേട്ടൻ്റെ കൂടെ ഒന്ന് അനഘയെ കാണാൻ വേണ്ടിയിട്ട് ഹോസ്പിറ്റലിലേക്ക് പോകണം. അതെന്താണെന്ന് വെച്ചാൽ ആയിക്കോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ ദേവയാനി ഏതായാലും നയനെ കൂട്ടിക്കോട്ട് പുറത്തേക്ക് പോവാണ് പൂവൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. പൂവൊക്കെ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തിന് ദേവയാനി നയനോട് പറഞ്ഞിട്ട് ദേവയാനി പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്തിന് എല്ലാ മാസവും മുത്തശ്ശി പൊങ്കാല ഇടുമായിരുന്നു എന്ന് പറയും. അന്നൊക്കെ മുത്തശ്ശി എന്തെങ്കിലും കാര്യം ഉറപ്പിച്ചങ്ങ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുത്തശ്ശനും മക്കളും എല്ലാവരും അത് അതുപോലെ അങ്ങ് അനുസരിക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ മക്കൾക്കും അതിൻ്റേതായിട്ടുള്ള പവർ ഉണ്ടായിരുന്നു എന്നിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ സംസാരിച്ച് പൂക്കളൊക്കെ ഇങ്ങനെ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തിന് ഇതെല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് തന്നെ അബി അവിടെ കാറിൽ വന്ന് നിൽക്കുന്നുണ്ടാവും. അബി ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് ഇനിയിപ്പോൾ എന്തോ ഒരു പൂജ നടക്കുന്നുണ്ട്, അതിനായിരിക്കും എല്ലാവരും ഇങ്ങനെ പൂവും കെട്ടിപ്പറക്കി കൊണ്ടുപോകുന്നത്. അങ്ങനെ എന്നെ നശിപ്പിച്ചിട്ട് ആരും അങ്ങനെ സുഖിച്ച് ജീവിക്കാനൊന്നും നിൽക്കണ്ട. അവളുടെ ഒരു അനിയത്തിയുടെ എൻ്റെ പുറകെ നടക്കുന്നത് എല്ലാത്തിനും കൂടി ഞാൻ വെച്ചിട്ടുണ്ട് എന്നൊക്കെ ഇങ്ങനെ ദേഷ്യത്തോടെ ചിന്തിക്കണം അബി. അങ്ങനെ ദേവേനെയും നയനയും ആ ഒരു പൂക്കളൊക്കെ വാങ്ങിച്ചതിന് ശേഷം നേരെ വീട്ടിലേക്ക് വരുന്നു. എന്നിട്ടിങ്ങനെ പൂജാമുറിയിൽ വെക്കുന്ന സമയത്ത് ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്തായിരിക്കട്ടോ അതും കാതോർത്തുകൊണ്ട് തന്നെ അബി അങ്ങോട്ടേക്ക് വരുന്നത്. അന്നേരം അബി വന്നു എന്നിങ്ങനെ നയന പറയുന്ന സമയത്തിൻ്റെ മുത്തശ്ശി ചോദിക്കുന്നുണ്ട് ആ പാവത്തിൻ്റെ കഴുത്ത് ഞെരിച്ചിട്ട് കൊല്ലാൻ നോക്കിയത് നീ ആണോടാന്ന് ചോദിക്കും. അന്നേരം അബി ആകെ പേടിച്ചു പോയിട്ട് ചുറ്റും നോക്കാട്ടോ നവ്യ എങ്ങാനും കാണുന്നുണ്ടോ എന്ന് ചിന്തിച്ചിട്ട് വേഗം മുത്തശ്ശിയുടെ അടുത്തേക്ക് ചെന്നു കൊടുത്തിനെ അബി പേടിച്ച് വരച്ചു കൊടുത്തിനെ പറഞ്ഞിട്ട് അതെ ഈ ഒരു കാര്യം അറിയാത്തത് ആകെ കൂടെ എൻ്റെ അമ്മക്കും നവ്യക്കും അമ്മായിക്കും മാത്രമാണ്. ആ സ്ഥിതിക്ക് ഞാൻ എങ്ങാനും അങ്ങനെ ചെയ്യോ? ഒന്നുമില്ലെങ്കിലും അവൾ എൻ്റെ കുഞ്ഞിൻ്റെ അമ്മയല്ലേ, അതുകൊണ്ട് തന്നെ അവളുടെ ആരോഗ്യം എന്തായി നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങോട്ടേക്ക് പോയതാണെന്നൊക്കെ പറയും അബി. നയനെ പറഞ്ഞിട്ട് അത് നിൻ്റെ മോളാണെന്നുള്ള ഓർമ്മ നിനക്ക് വേണം, പക്ഷേ അതൊന്നും ഇല്ലാത്ത രീതിയിലാണ് നീ പ്രവർത്തിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് അബി എങ്ങനെ കുറ്റപ്പെടുത്തി സംസാരിക്കും. അന്നേരം ദേവേനി പറഞ്ഞിട്ട് മോളെ അവൻ്റെ കുഞ്ഞെന്നൊന്നും നീ ഇങ്ങനെ പറയല്ലേ, ആ കുഞ്ഞവനെ അച്ഛ എന്ന് വിളിക്കാനുള്ള അർഹത പോലും അവനില്ല. അബിക്ക് ദേഷ്യം വരട്ടോ. എന്നിട്ട് ചോദിക്കുന്നുണ്ട് നയനേച്ചി വീണ്ടും അവളെങ്ങനെ കുഞ്ഞായിട്ട് ഏറ്റെടുത്തു എന്ന് ചോദിക്കുന്ന സമയത്തിന് നയനക്ക് ദേഷ്യം വരെ നയനെ പറഞ്ഞിട്ട് അതെ ഞാൻ ഇനി 10 കുഞ്ഞിനെ പ്രസവിച്ചാൽ പോലും എൻ്റെ മൂത്ത കുഞ്ഞ് അത് ചന്തുമോൾ തന്നെയായിരിക്കുമെന്നൊക്കെ പറയും. അബിയുടെ വായടഞ്ഞു പോവുകയാണ് ദേഷ്യപ്പെട്ടുകൊണ്ട് തന്നെ അബി അവിടെ നിന്ന് പോവും.
ഏതായാലും ഈ ഒരു പൂജയും വഴിപാടും തീരുമാനിച്ചത് കൊണ്ട് തന്നെ ഇവൾക്കിട്ട് നല്ലൊരു പണി കൊടുക്കാമെന്നൊക്കെ തീരുമാനിച്ചു കൊണ്ടായിരിക്കട്ടോ അഭി നേരെ പുറത്തേക്ക് പോകുന്നത്. എന്നിട്ട് വേണുവിനെയും സച്ചിയെയും കാണും. എന്നിട്ട് അവരോട് പറഞ്ഞിട്ട് അവൾ പ്രഗ്നൻ്റ് ആയതിൻ്റെ ആഘോഷമാണ് നാളെ നടക്കാൻ പോകുന്നത്. നാളെ ഏതായാലും പൂജയും പാർട്ടിയും ഒക്കെ ഉണ്ട്. ആ പൂജയിൽ വെച്ചിട്ട് ആ പാർട്ടിയിൽ വെച്ചിട്ട് അവൾ അങ്ങനെ കരയണം. അതിന് വേണ്ടിയിട്ട് എന്താ ചെയ്യാമെന്ന് ചിന്തിക്കണം. അങ്ങനെ എന്തെങ്കിലും അവൾക്കിട്ട് നല്ലൊരു പണി കൊടുത്താലേ ശരിയാവുള്ളൂ എന്നൊക്കെ പറയുന്നത് കേൾക്കുന്ന സമയത്തിന് സച്ചി പറഞ്ഞിട്ട് അതിന് നല്ല ഉഗ്രനായിട്ടുള്ളൊരു മാർഗമുണ്ട്. ഒരു പാമ്പിനെ കൊണ്ട് അവളെ അങ്ങ് കൊത്തിക്കുക, നല്ല ഒന്നാം തരം വിഷമുള്ള മൂർഖനെ കൊണ്ട് തന്നെ ഇങ്ങനെ കൊത്തിക്കണമെന്ന് പറയും. അന്നേരം അബി അതെങ്ങനെ സാധിക്കുമെന്ന് ചോദിക്കുന്ന സമയത്തിന് സച്ചി പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അവർ പൂവെല്ലാം വാങ്ങിച്ചു കൊണ്ടുപോയത് ഒരു പൂടയിലാണെന്നല്ലേ നീ പറഞ്ഞത്? ആ സ്ഥിതിക്ക് ആ പൂടയിൽ ഒരു പാമ്പിനെ കൂടി വെക്കുവാണെങ്കിൽ അത് തുറക്കുന്നതോടുകൂടി തന്നെ അവളെ അങ്ങ് കൊത്തിക്കോളും. ഇനിയിപ്പോൾ ആ ഒരു പാമ്പ് കൊത്തിയതിൻ്റെ പേരിൽ അഥവാ അവൾ മരിച്ചില്ലെങ്കിലും അവളുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞങ്ങ് മരിച്ചു പോയിക്കോളും എന്നൊക്കെ ഇങ്ങനെ സച്ചി പറഞ്ഞു കൊടുക്കുകയാണ്. ഇത് കേൾക്കുന്ന സമയത്തിന് വേണു പറഞ്ഞിട്ട് അതെ, ഇതൊക്കെ അത്യാവശ്യം റിസ്ക് ഉള്ള കാര്യമാണ് കേട്ടോ. ഇതിനു മുൻപേ പല കാര്യങ്ങളൊക്കെ ചെയ്ത സമയത്തിന് അതൊക്കെ നിനക്ക് തിരിഞ്ഞു വന്നു എന്ന കാര്യം നീ ഓർക്കണം. അതുകൊണ്ട് നീ ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാണെന്നിങ്ങനെ ഒരു താക്കീത് പോലെ തന്നെ വേണു പറയുന്ന സമയത്തിന് അഭി പറയുന്നുണ്ട് ഈ കാര്യത്തിൽ ഏതായാലും റിസ്ക് എടുക്കാൻ തന്നെ ഞാൻ തീരുമാനിച്ചു. അതുകൊണ്ട് നല്ലൊരു പാമ്പാട്ടിയെ കണ്ടുപിടിക്കണം, നല്ല ഉഗ്രൻ വിഷമുള്ള ഒരു പാമ്പിനെ തന്നെ സംഘടിപ്പിക്കണം. ഏതായാലും പോലീസ് ബുദ്ധിയിൽ തെളിഞ്ഞൊരു കാര്യമില്ലേ, ചെയ്തു നോക്കിയേക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരിക്കട്ടോ അഭി അവിടെ നിന്നും പോകുന്നത്. അഭി പോയതിനു ശേഷം സച്ചി വേണുവിനോട് പറഞ്ഞിട്ട് ഇനിയിപ്പോൾ എന്തൊക്കെ തന്നെയാണെങ്കിലും എന്നെ അപമാനിച്ച് വിട്ടവരാണ് അനന്തപുരി വീട്ടുകാർ. അതുകൊണ്ട് അവർ നല്ലോണം സങ്കടപ്പെട്ട് കരയുന്ന കാഴ്ച എനിക്ക് കാണണമെന്നിങ്ങനെ പറഞ്ഞിട്ട് ചിരിച്ച് നിൽക്കുമായിരിക്കട്ടെ സച്ചി. അഭി നേരെ ഒരു പാമ്പാട്ടിയെ പോയി കാണാണ്. എന്നിട്ട് കാര്യങ്ങൾ അന്വേഷിക്കുന്ന സമയത്തിന് അയാൾ പറഞ്ഞിട്ട് എൻ്റെ കയ്യിൽ നല്ല ഉഗ്രൻ വിഷമുള്ള ഒരു പാമ്പുണ്ട്, പൂട് തുറന്ന ഉടനത്തിന് അത് കയ്യിൽ അങ്ങ് കൊത്തിക്കോളും. അങ്ങനെ ഒരെണ്ണത്തിന് ഞാൻ നിനക്ക് തരാം, പക്ഷേ പൈസ ഇത്തിരി കൂടുതലാവുമെന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് അഭി പോവാൻ നിൽക്കുന്ന സമയത്തിന് തൻ്റെ കയ്യിൽ ഞാൻ തന്നുവിടാമെന്ന് പറയുന്ന സമയത്തിന് അഭിക്ക് പേടിയാണ്. അഭി പറയുന്നുണ്ട് ഓഹോ, എന്നിട്ട് എന്നെ അങ്ങ് കൊത്താനാണോ? അതെ, താൻ തന്നെ നേരിട്ടങ്ങ് കൊണ്ടുവന്നാൽ മതി. അപ്പോൾ അയാൾ ചോദിക്കുന്നുണ്ട് അതിന് സാറിൻ്റെ വീട്ടിൽ രാത്രിയാണെങ്കിലും CCTVയും ബാക്കി ക്യാമറകളൊക്കെ ഉള്ളതല്ലേ, അവിടെ സെക്യൂരിറ്റി ഒക്കെ ഉള്ളതല്ലേ, അതുകൊണ്ട് പിന്നെ ഞാൻ എങ്ങനെ കയറാനാന്ന് ചോദിക്കുന്ന സമയത്തിന് അഭി പറയുന്നുണ്ട് അതെ, സെക്യൂരിറ്റി ഏതായാലും 4-5 ദിവസമായിട്ട് അങ്ങോട്ടേക്ക് വരുന്നില്ല, പിന്നെ അവിടെയുള്ള ക്യാമറകളൊക്കെ ഞാൻ തന്നെ കേടാക്കി വെച്ചോളാം, അതുകൊണ്ട് അതൊന്നും ഒരു പ്രശ്നമേ ഇല്ല, താൻ ഏതായാലും നേരിട്ട് അങ്ങോട്ടേക്ക് വന്നാൽ മതി, ഒരു മണി ആകുമ്പോഴേക്കും ഞാൻ എല്ലാം അങ്ങ് സെറ്റ് ചെയ്ത് വെച്ചോളാം, വാതിലും തുറന്നു തരാം, അതുകൊണ്ട് കൃത്യസമയത്ത് താൻ വന്നേക്കണമെന്നൊക്കെ പറഞ്ഞു കൊടുക്കും. ആ കുഴപ്പമില്ല ഞാൻ വന്നോളാം എന്നൊക്കെ പറഞ്ഞിട്ട് അവർ കാര്യങ്ങളൊക്കെ പറയും. എന്നിട്ട് നേരെ അഭി ഭയങ്കര സന്തോഷത്തിലായിരിക്കട്ടെ വീട്ടിലേക്ക് വരുന്നത്. ജലജയെ കാണുന്ന സമയത്തിന് ഈ കാര്യങ്ങളൊക്കെ അഭി പറഞ്ഞു കൊടുക്കും. അഭി പറയുന്നുണ്ട് അമ്മേ, കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് തന്നെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഇനി ഏതായാലും അവൾ വന്നിട്ട് ആ ഒരു പൂക്കൂടെ തുറക്കുന്ന സമയത്തിന് അതിലിരിക്കുന്ന മൂർഖനെ അവളെ അങ്ങ് കൊത്തിക്കോളും. ഇനി ഒരു പക്ഷേ അവളെ ആ മൂർഖൻ കൊത്തിയിട്ടുണ്ടെങ്കിൽ തന്നെ ഒരു പക്ഷേ അവളെ രക്ഷപ്പെടുത്താൻ ഇവിടെയുള്ളവർക്കൊക്കെ സാധിച്ചിരിക്കും. പക്ഷേ എന്താണെങ്കിലും അവളുടെ വയറ്റിൽ വളർന്ന ആ ഒരു കുഞ്ഞങ്ങ് പോയി കിട്ടുമെന്നൊക്കെ പറഞ്ഞു കൊടുക്കാട്ടോ അഭി. ജലജ ഒരു സംശയത്തോടെ തന്നെ ചോദിക്കുന്നുണ്ട് എടാ, ഇതൊക്കെ ശരിക്കും വർക്കിംഗ് ആവുന്ന കാര്യമാണോടാ, ഇതൊക്കെ എന്തെങ്കിലും നടക്കുമെന്ന് ചോദിക്കുന്ന സമയത്തിന് ഉറപ്പായിട്ടും നടക്കുമെന്നാട്ടോ അഭി പറയുന്നത്. എന്നെ കരയിപ്പിച്ചിട്ട് അങ്ങനെ ഇവിടെയുള്ളവരാരും സന്തോഷിക്കണ്ട, അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇത്രയും റിസ്ക് എടുത്തിട്ട് ഇത്രയും കടുത്ത കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എന്നൊക്കെ പറയാട്ടോ അഭി. അഭി അത്രയും പറഞ്ഞിട്ട് അവിടെ നിന്നങ്ങ് പോകുന്നതോടുകൂടി തന്നെ അഭി സെറ്റ് ചെയ്ത പോലെ കാര്യങ്ങളൊക്കെ നടക്കുമല്ലോ എന്നൊക്കെ ചിന്തിച്ച് ഈ വീട്ടിലെല്ലാവരും നാളെ കരയുമല്ലോ എന്നൊക്കെ ചിന്തിച്ച് ഭയങ്കര സന്തോഷത്തിൽ ഇങ്ങനെ നോക്കി നിൽക്കുന്ന ജലജയെ കാണിച്ചുകൊണ്ടാണ് കേട്ടോ ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് പൂർണ്ണമാവുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കല്ലേ.